ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ചാറ്റ് GPT, പെർപ്ലെക്സിറ്റി പോലുള്ള AI ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷേ പലപ്പോഴും നമ്മൾ ചോദിച്ച ക്വസ്റ്റിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് അല്ല കിട്ടുന്നത്. ഇതിന് കാരണം നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള പ്രോംപ്റ്റിംഗ് അല്ല യൂസ് ചെയ്തത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് പോലെ ചാറ്റ് GPTയിൽ പോയി സെർച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു പ്രോംപ്റ്റ് ചാറ്റ് GPT എഫക്റ്റീവ്ലി. എനിക്കിവിടെ ഒരു 1 lakh rupees താഴെയുള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വേണം. പക്ഷേ ഞാൻ ചാറ്റ് GPTയിൽ പോയി ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് അണ്ടർ 1 lakh rupees എന്ന് സെർച്ച് ചെയ്താൽ എനിക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. പക്ഷേ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള പ്രോംപ്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും. സോ ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്യുന്നത് റോൾ മോഡൽ പ്രോംപ്റ്റിംഗ് ആണ്. റോൾ മോഡൽ പ്രോംപ്റ്റിങ്ങിൻ്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് റോൾ, ടാസ്ക്, കോണ്ടെക്സ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ഫോർമാറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രോംപ്റ്റിങ്ങിൽ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ എക്സാമ്പിളിനായി ലാപ്ടോപ്പിൻ്റെ കാര്യം സെർച്ച് ചെയ്ത് നോക്കാം. സോ ഇതാണ് റോൾ മോഡൽ പ്രോംപ്റ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതിൽ റോൾ എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് യു ആർ എ പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് റിവ്യൂവർ വിത്ത് 10 years ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോൾ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ടാസ്ക് എന്ന് പറയുന്നത് ഐ വാണ്ട് ടു ബേ ദ ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് അണ്ടർ 1 lakh rupees. ഇതാണ് ഇവിടുത്തെ ടാസ്ക്. നിങ്ങൾ നിങ്ങളുടെ റോൾ കൊടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ടാസ്കിൽ കൊടുക്കേണ്ടത്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പ് വിത്ത് അറ്റ്ലീസ്റ്റ് i7 ഓർ Ryzen 7 പ്രൊസസ്സർ ആൻഡ് എ മിനിമം ഓഫ് 4 GB ഗ്രാഫിക്സ് കാർഡ് എന്നുള്ളതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. ഇനി ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്നുള്ളതിൻ്റെ ഫോർമാറ്റാണ്. നമുക്ക് വേണ്ടത് ഡീറ്റെയിൽ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡിങ് ഫോർമാറ്റാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ്. നിങ്ങൾക്ക് ഇതേ സ്ട്രക്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്ത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോർമൽ സെർച്ച് ചെയ്യുന്നതിനേക്കാളും മികച്ച റിസൾട്ട് കിട്ടും. എന്തായാലും അടുത്ത തവണ നിങ്ങൾ ചാറ്റ് GPTയോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതേ ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.